ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യ ചൈന റിലേഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, ഇന്ന് ജിയോ പൊളിറ്റിക്സിൽ ഈ സൂപ്പർ പവർ റൈവൽറീസ് എന്ന് പറയുന്ന എന്ന് വെച്ചാൽ രണ്ട് സൂപ്പർ പവറുകൾ തമ്മിലുള്ള ശത്രുത അല്ലെങ്കിൽ മത്സരം വളരെ കടുത്ത ഒരു അവസ്ഥയിൽ, വളരെ രൂക്ഷമായിട്ടുള്ള അവസ്ഥയിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നിലവിലുണ്ട്. ചൈന അമേരിക്കയെ സാമ്പത്തിക മേഖലയുമായി നമ്മൾ ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ അമേരിക്കയെ ഒരുപക്ഷെ സമീപ ഭാവിയിൽ മറികടന്ന് ലോകത്തിലെ നമ്പർ വൺ എക്കോണമി ആകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയോട് അടുത്തല്ലെങ്കിൽ തന്നെയും ഏകദേശം നമുക്ക് ഈ കുറ്റം പറയാൻ കഴിയാത്ത രീതിയിലുള്ള GDP-യുമായിട്ട് ചൈന തൊട്ട് പിറകിൽ അമേരിക്കയുടെ ഒപ്പം ഉണ്ട്. അതുതന്നെയല്ല, ഒത്തിരി മേഖലകളിൽ ചൈന ഇപ്പോൾ അവരുടെ എന്താണ് പറയുന്നത്, ഈ ഡോമിനൻസും ഉണ്ട്. ടെക്നോളജിയുടെ കാര്യത്തിലായാലും മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിലായാലും മറ്റ് പല മേഖലകളിലും തന്നെ അമേരിക്കയോട് കോമ്പീറ്റ് ചെയ്ത് അവർ അമേരിക്കയെ പല മേഖലകളിലും മറികടന്ന് ഇപ്പോൾ അവർ മുൻപിൽ തന്നെയാണ്. അപ്പം ഈ രണ്ട് പവർഫുൾ ആയിട്ടുള്ള, ചൈന ഒരു സൂപ്പർ പവറായിട്ട് നമുക്ക് അവരെ വിളിക്കുന്നില്ല എങ്കിൽ തന്നെയും ഒരു പവർഫുൾ കൺട്രി എന്ന രീതിയിൽ ആ ഒരു പവർ റൈവൽറീസ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പിന്നെ ഒരു പവർ റൈവൽറി അല്ലെങ്കിൽ കോമ്പീറ്റൻസ് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയാണ്. അത് തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് അത്രയും കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും ഇനി വരുന്ന ഭാവിയിൽ തീർച്ചയായിട്ടും ഒരു ഏം, കാരണം അത് പ്രവചിക്കാൻ ഞാൻ ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല, പക്ഷെ നമുക്കൊരു 10 ഇയർ, ഒരു 10 വർഷത്തെ കാലയളവ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയും ചൈനയും തമ്മിൽ, ഒരുപക്ഷെ അമേരിക്കയും ചൈനയും തമ്മിലുള്ളതിനേക്കാളും കൂടുതൽ ഒരു കോൾഡ് വാറോ, അല്ലെങ്കിൽ കോൾഡ് വാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് അപ്പുറത്തുള്ള ഒരു കോമ്പീറ്റൻസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ റൈവൽറി ഇന്ത്യയും ചൈനയും തമ്മിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കാരണം ചൈന ലോകത്തിലെ ഒരു ശക്തമായിട്ടുള്ള രാജ്യമാണ്. സാമ്പത്തികമായിട്ട് ശക്തി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ, നമുക്ക് ഏത് രാജ്യത്തിനെ അത് അവരുടെ മിലിറ്ററി പവറിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ ഇന്ത്യയും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്കും ഒത്തിരി എന്താണ് പറയുന്നത്, നമുക്ക് ഒരു പവർഫുൾ രാജ്യം എന്നുള്ളൊരു സ്റ്റേറ്റസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ സമീപ ഭാവിയിൽ നമുക്ക് തീർച്ചയായിട്ടും ആ, മൂന്നാമത്തെ ആ, ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറുവാൻ നമുക്ക് കഴിയും. പക്ഷേ ചൈനയുമായിട്ട് നമ്മൾ GDP നോക്കുമ്പോൾ കുറേ അന്തരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ തീർച്ചയായിട്ടും ബൈ ഇഞ്ച് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള രാജ്യമാണ്. പിന്നെ അതല്ല, നമ്മൾ മിലിറ്ററി സൈനികപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള, ഏഷ്യയിലെ ആയാലും ശരി ലോകത്തിൻ്റെ മൊത്തം നമ്മൾ ആ ഒരു റേറ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക, റഷ്യ, ചൈന കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തി, ഒരുപക്ഷെ ഉം, പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചൈനയേക്കാൾ ഓപ്പറേഷൻ സിന്ധൂറിനൊക്കെ ശേഷം നമ്മൾ ചൈനയെക്കാളിലും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മിലിറ്ററിയാണ് അല്ലെങ്കിൽ സൈനിക ശക്തിയാണെന്നുള്ള റിപ്പോർട്ടുകൾ നമുക്കറിയാം. നമുക്കതിനെ പൂർണ്ണമായിട്ടും പലതിനെ ഇപ്പം നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായിട്ടുള്ള റിപ്പോർട്ടുകളായാലും നമുക്ക് പലതിനെ നമുക്ക് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ കഴിയില്ലെങ്കിൽ തന്നെ ചില സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ചില മെട്രിക്സോ ഒക്കെ വെച്ച് തന്നെ, ചില മാനദണ്ഡങ്ങൾ വെച്ച് നമുക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും എന്നുള്ള. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇനിയും ഭാവിയിൽ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്ന പവർ റൈവൽറി ഇന്ത്യയും ചൈനയും തമ്മിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഓക്കെ, ചൈന ഇപ്പോൾ അവർ പിന്നെ ഇന്ത്യൻ ഓഷ്യനിൽ ഇപ്പോഴും ഡോമിനൻസ് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇന്ത്യക്ക് തന്നെയാണ്. ഇന്ത്യൻ നേവിക്കാണ് ഇന്ത്യൻ ഓഷ്യനിൽ ഡോമിനൻസ് ഉള്ളത്. ഇൻഡോ പസഫിക്കിൽ അമേരിക്കയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെയും ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ
പിന്നെ കൊളാബറേറ്റ് ചെയ്ത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന പവർ പ്രൊജക്ഷനെ, അല്ലെങ്കിൽ അവർ ചൈന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയെ തീർച്ചയായിട്ടും കണ്ടെയ്ൻ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ക്വാഡ് ഇതുപോലുള്ള സെക്യൂരിറ്റി കോപ്പറേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഓഷ്യനിൽ നമുക്കറിയാം തീർച്ചയായിട്ടും ചൈനയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്ക് വലിയ ഡോമിനൻസ് ഒന്നുമില്ല. ആ ഡോമിനൻസ് ഇല്ലാത്തതിൻ്റെ ഒരു കാരണമല്ല നമ്മൾ പറയുന്നത്. അവിടെ ഇന്ത്യക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ ഓഷ്യനിൽ ഡോമിനൻസ് ഉള്ളത്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യക്ക് ചൈനയുമായിട്ട് നാളെ ഒരു യുദ്ധമോ അല്ലെങ്കിൽ യുദ്ധ സമാനമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യാതെ നമുക്ക് ചൈനയെ പിന്നെ വരുതിയിൽ നിർത്താൻ കഴിയുന്ന ഒരു നേവൽ വാർഫെയറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ കടലിലെ അല്ലെങ്കിൽ നാവികസേനയുമായിട്ട് ബന്ധപ്പെട്ട കടലിലെ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം ഈ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറഞ്ഞൊരു കടലിടുക്കുണ്ട്. മലാക്ക സ്ട്രൈറ്റ് ഇവിടെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മലേഷ്യ, ഇന്തോനേഷ്യ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ നടുക്കൂടെ പോകുന്ന ഒരു ചെറിയ കടലിടുക്കാണ്. അപ്പം ഈ കടലിടുക്ക് ചൈനയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് ഏകദേശം നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്ന ആ സ്ഥലം നമ്മളുടെയാണ്. നമുക്കവിടെ എയർബേസ് ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ആം, നമ്മുടെ നേവി ഇന്ത്യൻ ഓഷ്യനിലും ബേ ഓഫ് ബംഗാളിലും പിന്നെ ഒക്കെ തന്നെ ഇന്ത്യൻ ഓഷ്യനിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മലാക്ക സ്ട്രൈറ്റ് എന്ന് പറഞ്ഞ് ഈ ചൈനയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചൈനയ്ക്ക് മറ്റൊരു മാർഗവുമില്ലാത്ത ഈ ഒരു കടലിടുക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു നേവൽ ബ്ലോക്കേഡിൽ കൂടി നമുക്ക് അവിടെ ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ചൈനയെ നമുക്ക് സ്ക്വീസ് ചെയ്യാൻ, ചൈനയുടെ കൊരവള്ളിക്ക് പിടിക്കുന്നതിന് തുല്യമായിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. പക്ഷെ അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ സിറ്റുവേഷനിലൊന്നും സംഭവിക്കത്തില്ല. അത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള രണ്ട് രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. ഒരുപക്ഷെ യുദ്ധം, നമുക്കറിയാമല്ലോ, യുദ്ധം ഉണ്ടായി ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള വാറിലേക്കൊക്കെ പോകുമ്പോൾ മാത്രം നമുക്ക് ഇന്ത്യക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ചെയ്യുന്ന ഒരു പ്ലാൻ ആയിരിക്കും അതല്ലാതെ നോർമലായിട്ടുള്ള ഇപ്പം ഡോക്ലാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഗൽവാൻ ഇതുപോലുള്ള ബോർഡർ ലോക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ട്രാറ്റജിയുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് കൂടെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യക്ക് നല്ല ഡോമിനൻസ് ഉണ്ട്, ഇന്ത്യൻ നേവിക്ക്. അപ്പോൾ ഈ മലാക്ക ഡിലമ എന്നാണ് അറിയപ്പെടുന്നത് ചൈനയെ സംബന്ധിച്ച്. എന്നുവെച്ചാൽ ചൈനയുടെ 80% ഓയിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റലായിട്ടുള്ള റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എനർജി റിസോഴ്സ് ആണല്ലോ. കാരണം സ്വന്തമായിട്ട് ഇപ്പം സൗദിയെ സംബന്ധിച്ചോ ഇറാനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. കാരണം അവരുടെ രാജ്യത്ത് തന്നെ സ്വന്തമായിട്ട് അവർക്ക് എക്സ്പ്ലോർ ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. എനർജിയുടെ കാര്യത്തിൽ അവരെ സംബന്ധിച്ച് വലിയ കൺസേൺ ഒന്നുമില്ല. പക്ഷേ ഇന്ത്യ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങൾ, ഈ എനർജി ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ, എനർജി ഇല്ലാതെ ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ സാധിക്കത്തില്ല. ഇനി മറ്റെന്തെല്ലാം തന്നെ ഒരു രാജ്യത്തിന് പിന്നെ അവരുടെ നിത്യജീവിതത്തിൽ ഓടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ സ്റ്റേറ്റ് ഭരണകൂടം, അവരുടെ മിലിറ്ററി, പോലീസ്, അത്യാവശ്യമായിട്ടുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഓടിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് എങ്കിലും തീർച്ചയായിട്ടും ഈ ക്രൂഡും എനർജിയൊക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓയിൽ അല്ലെങ്കിൽ എനർജി ഇമ്പോർട്ട് ചെയ്യുന്ന, ഓയിൽ എന്ന് പറഞ്ഞാൽ ഓയിൽ മാത്രമല്ല, ഗ്യാസ്, മനസ്സിലായി, ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഇതുപോലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പിന്നെ റൂട്ടുകൾ, അത് ലാൻഡിലായാലും ശരി കടലിലായാലും ശരി, ഏറെക്കൂടെ എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇമ്പോർട്ടും എക്സ്പോർട്ടൊന്നും ഇല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ചൈനയുടെ 80% മുകളിൽ വരുന്ന ഓയിലും, വെളിയിൽ നിന്ന് വരുന്ന ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന, ചൈന ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിലും ഈ പറഞ്ഞ വളരെ ഇടുങ്ങിയ മലാക്ക സ്ട്രെയിറ്റിൽ കൂടാണ് കടന്നു വരുന്നത്. ഏകദേശം 10 മില്യൺ ബാരൽസ് പെർ ഡേ എന്നാണ് ഒരു കണക്കൂട്ടൽ. അത് എത്രത്തോളം ശരിയാണെന്ന് നോക്കത്തില്ല. ചിലപ്പോൾ അതിനകത്തിൽ കൂടാൻ, ചിലപ്പം ഏകദേശം മോറോർലെസ് ഏറെക്കുറെ. അപ്പോൾ അത് ഇന്ത്യക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു പിന്നെ വെടിയുണ്ട പോലും ഉതിർക്കാതെ, ഒരു മിസൈൽ പോലും വിടാതെ
അല്ലെങ്കിൽ നമുക്ക് ഒരു ബോംബ് പോലും പൊട്ടിക്കാതെ നമുക്ക് ആൻഡമാൻ നിക്കോബാർ അല്ലെങ്കിൽ ആൻഡമാൻ ഉള്ള നമ്മുടെ ബേസ് ഉപയോഗിച്ച് നമുക്ക് ചൈനയെ പൂട്ടാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്താണ് പറയുന്നത്, പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ചൈനയ്ക്ക് മറ്റ് ഓൾട്ടർനേറ്റീവ്സ്, ബദൽ സംവിധാനങ്ങളൊന്നുമില്ല. കാരണം ഇത് ബ്ലോക്കേഡ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയോ അല്ലെങ്കിൽ ഇന്ത്യയെ കൂട്ടുപിടിച്ച് അമേരിക്കയോ ഒക്കെ ഇത് ബ്ലോക്കേഡ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ, നേവൽ ബ്ലോക്കേഡ് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മളതിനെ ആ വഴിയെ അടയ്ക്കുക. അതിന് ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധ്യതയുണ്ട്, അത് സംഭവിച്ചു കഴിഞ്ഞാൽ ചൈനയെ സംബന്ധിച്ച് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. അവരുടെ സീപെക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ വലിയൊരു എന്താണ് പറയുന്നത്, പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ സീപെക്കും അതുപോലുള്ള മറ്റ് പൈപ്പ് ലൈനുകളൊക്കെ അവരെ ആശ്രയിക്കുന്നത്. അപ്പോൾ സീപെക്കോ മറ്റ് പൈപ്പ് ലൈനുകളോ ഒന്നും അവരെ സഹായിക്കത്തില്ല. അതൊന്നും അവർക്ക് ബദലായിട്ടുള്ളൊരു സംവിധാനമായിട്ട് അവർക്ക് അതിനെ ആശ്രയിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഏകദേശം ചൈനയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു യുദ്ധം വരികയാണെങ്കിൽ അമേരിക്കയായിട്ട്, അപ്പോൾ ഇന്ത്യയായിട്ടുള്ള യുദ്ധം നമുക്ക് അതിനെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. കാരണം ഇന്ത്യയായിട്ടുള്ള യുദ്ധം ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ ഏറ്റവും വോസ്റ്റ് കേസ് സെനറിയിൽ മാത്രമേ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ചൈനയെ സംബന്ധിച്ച് ഏകദേശം 90 മുതൽ 120 ദിവസം വരെയുള്ള ഓയിൽ റിസർവ് അവരുടെ കയ്യിൽ കാണത്തുള്ളൂ. അതെല്ലാം ഒരുപക്ഷെ പ്രധാനപ്പെട്ട ഇന്ത്യ ആയാലും നമുക്കിപ്പം ഈ നമ്മുടെയും ഓയിൽ റിസർവ് ഒക്കെ തന്നെ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഏം, 90 മുതൽ 120 ദിവസത്തേക്ക് ഓയിൽ റിസർവ് ഒക്കെ, കാരണം ഇപ്പം നമ്മൾ ഈ സ്ട്രാറ്റജിക് പിന്നെ പെട്രോളിയം റിസർവ് ഒക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ തമ്മിൽ. ഓക്കെ. അപ്പം ചൈനയെ സംബന്ധിച്ച് 90 മുതൽ 120 ദിവസം വരെ ടിപ്പിക്കലായിട്ട് ആ റിസർവ് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായല്ലോ. കാരണം യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കൻ നേവി, ഇന്ത്യൻ നേവിയിൽ, ജപ്പാൻ, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം കൂടെ ഈ പറഞ്ഞ ഇതുപോലുള്ള ഈ ചോക്ക് പോയിന്റ്സ് എന്ന് പറയും, ചോക്ക് പോയിന്റ്സ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചൈനയ്ക്ക് അവരുടെ ഈ ഏഹ്, വെളിയിൽ നിന്ന് വരുന്ന ഷിപ്പൊന്ന് പിന്നെ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഓയിൽ, ഗ്യാസ്, ഇതുപോലുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള എനർജി റിസോഴ്സ് ഒന്നും ചൈനയ്ക്ക് ലഭിക്കാതെ വരും. അപ്പോൾ അങ്ങനെ ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് 90 മുതൽ 120 ദിവസം വരെ അവർക്ക് രാജ്യത്ത് അവർ കരുതിയിട്ടുള്ള റിസർവ് വെച്ചിട്ട് ഓടിക്കാം. അതിനുശേഷം അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അപ്പോൾ ഈ മലാക്ക സ്ട്രെയിറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നേവൽ ബ്ലോക്കേഡിൽ കൂടെ നമുക്ക് അത് സാധ്യമായി കഴിഞ്ഞാൽ ചൈനയെ നമുക്ക് തീർച്ചയായിട്ടും ശ്വാസം മുട്ടിക്കാൻ കഴിയുമെന്നാണ് പണ്ട് മുതലേ നമുക്ക് ഒരു ഈ എന്താണ് പറയുക, ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു നമ്മളുടെ അഡ്വാൻറ്റേജ് എന്നാണ്. പക്ഷേ അത് ഇന്ത്യ എത്രത്തോളം അതിനെ ഇപ്പോഴും ഈ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന എന്താണ് പറയുന്നത്, ഈ ഒരു പവർ പ്രൊജക്ഷനൊക്കെ ഉണ്ടായിട്ടും, കാരണം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ ചൈന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ കൂട്ടുപിടിച്ച് നടത്തുമ്പോഴും ഇന്ത്യ എന്തുകൊണ്ട് ഇതിനൊന്നും മുതിരുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ കൂടെ ലീഡർഷിപ്പിൻ്റെ കൂടെയൊക്കെ ഒരു വിഷയമാണ്. അതിപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ സംഭവിക്കത്തുള്ളൂ. ഇപ്പോൾ ചൈനയായിരുന്നു ഇന്ത്യയുടെ സ്ഥാനത്തെങ്കിൽ, ചൈനയ്ക്കായിരുന്നു ഇങ്ങനൊരു അവസരം. ഇപ്പം ഈ മലാക്ക സ്ട്രൈറ്റ് ഇന്ത്യക്കായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യയുടെ സ്ഥാനത്ത് ചൈനയും ചൈനയുടെ സ്ഥാനത്ത് ഇന്ത്യ ആണെങ്കിൽ ചൈനയൊക്കെ ഇത് എങ്ങനെ ഉപയോഗിക്കുമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക്, ഈവൻ പാകിസ്ഥാൻ പോലും ഇതിനെ എങ്ങനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ. പക്ഷേ ഇന്ത്യ ഇത്ര നടന്നു അങ്ങനെന്നുള്ളൊരു കാര്യങ്ങൾക്ക് മുതിർന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനൊരു എന്താ ഒരു ആക്ഷൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യത ഉണ്ടായിട്ടൊന്നും നമുക്കിതുവരെ അറിവില്ല. പക്ഷേ ഇന്ത്യക്ക് അതൊരു പോസിബിലിറ്റി ആണെന്നാണ് പറയുന്നത്. അതായത് ഈ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക അല്ലെങ്കിൽ മലാക്ക സ്ട്രെയിറ്റ്, മലാക്ക കടലിടുക്ക് നമുക്ക് നമ്മുടെ നേവൽ ബ്ലോക്കേഡിൽ കൂടെ തീർച്ചയായിട്ടും ചൈനയെ നമുക്ക് ചോക്ക് ചെയ്യാൻ സാധിക്കും. അതൊരു ചോക്ക് പോയിന്റ് ആണ്. എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് ഇതുപോലുള്ള ചോക്ക് പോയിന്റ്സ് പ്രത്യേകിച്ച്. അപ്പോൾ ചൈനയുടെ 80% ഓയിൽ ഈ പറഞ്ഞ മലാക്ക സ്ട്രേറ്റിൽ കൂടെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. അത് അവരുടെ ഏകദേശം ഒരു $5 ട്രില്യൺ ചോക്ക് പോയിന്റ് എന്നാണ് പറയുന്നത്. അത് ഈ മലാക്ക സ്ട്രേറ്റിന് 1.5 മൈല് എന്താണ് പറയുന്നത്, വിസ്തൃതി മാത്രമുള്ളൊരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ വളരെ സ്ട്രെയിറ്റ് ആണ്. 1.5 മൈൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കടലിനകത്തിൽ ഇത്രയ്ക്ക് സ്ട്രെയിറ്റ്. ഈ സ്ട്രെയിറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഈ STRAIGHT സ്ട്രെയിറ്റ് അല്ല, നേരെ എന്നുള്ളതല്ല, STRAIT എന്നുള്ള സ്ട്രെയിറ്റ്, കടലിടുക്കെന്നൊക്കെ നമ്മൾ പറയുന്ന അർത്ഥത്തിലാണ് സ്ട്രെയിറ്റ്, മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ത്യക്ക് ആണ് ഇപ്പോഴും അതിൻ്റെ കൺട്രോൾ ഉള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യക്ക് അത് പൂർണ്ണമായിട്ടും നമുക്ക് അവിടെ നമ്മുടെ എന്താണ് നമ്മുടെ പരിധിയിൽ തന്നെയാണ് ഇപ്പോഴും മലാക്ക സ്ട്രെയിറ്റ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചത് അവരുടെ ഒരു ഇല്ലേ
ജുഗുലാർ വെയിനാണ് വെച്ചാൽ നമ്മളെ കൊരവള്ളി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു നമ്മൾ എന്താണ് പറയുന്നത്, നമ്മുടെ നേവൽ ബ്ലോക്കേഡോ അല്ലെങ്കിൽ അതുപോലുള്ള ബ്ലോക്കേഡ് നമുക്ക് ഉപയോഗിച്ച് തീർച്ചയായിട്ടും ചൈനയെ നമുക്ക് ഇല്ല അവരുടെ ഈ കൊരവള്ളിക്ക് നമ്മൾ കത്തി വെക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ. 1.5 മൈൽ വിസ്തീർണം മാത്രമേ ഉള്ളൂ. ചൈനയുടെ ഏകദേശം 80% മുകളിൽ വരുന്ന ഓയിൽ ഇമ്പോർട്ടും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഉള്ള ഓയിൽ ഇമ്പോർട്ടുള്ള ഈ പറഞ്ഞ മലാക്ക സ്ട്രേറ്റിൽ നിന്നാണ് ചൈനയിലേക്ക് വരുന്നത്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇത് വലിയൊരു ഏഹ്, പ്രതിസന്ധി. കാരണം ഭാവിയിൽ ഒരു ഇപ്പം ക്വാഡ് ഒരു ഹൈപ്പോത്തറ്റിക്കലാണ് നമുക്ക് പറയാം. ക്വാഡ് ഇപ്പോൾ ചൈനയായിട്ടൊരു യുദ്ധം ഉണ്ടാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഈ മലാക്ക സ്ട്രേറ്റ് ഓഫ് കോഴ്സ് ഇപ്പോൾ ഇന്ത്യ വില്ലിങ് ആണെങ്കിലോ അല്ലെങ്കിൽ തന്നെയും അമേരിക്ക ഇതിനകത്തിൽ ഒരു നേവൽ ബ്ലോക്കേഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയ എല്ലാം കൂടെ തന്നെ. കാരണം ഈ ഇന്ത്യ കൂട്ടുപിടിച്ചേക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ക്വാഡിൽ, കാരണം ഈ ഇന്ത്യൻ ഓഷ്യനിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ റീജിയനിലൊക്കെ തന്നെ ഇന്ത്യക്കാണ് നേവൽ ഡോമിനൻസ് ഉള്ളത്. എവിടെ ഈ ആൻഡമാൻ സീല്, ഈ പിന്നെ ഇത് ഈ പിന്നെ അറേബ്യൻ സീല്, ബേ ഓഫ് ബംഗാളിൽ ഇവിടെയൊക്കെ ഇന്ത്യക്കാണ് ഇപ്പോഴും ട്രഡീഷണലി നമുക്ക് നേവൽ ഡോമിനൻസ് ഉള്ളത്. അപ്പോൾ അത് ആ പവർ ഇക്വേഷൻ ചൈന ഗ്രാജ്വലി തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പാകിസ്ഥാന് ഒരു സൈഡിലും ബംഗ്ലാദേശിനെ ഇപ്പുറത്തെ സൈഡിലും അവർ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ നേവിയെയും ബംഗ്ലാദേശിൻ്റെ നേവിയെയും ഒക്കെ അവർ മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചാണ്, ചൈന. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷനിലുള്ള ഡോമിനൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൈനയുടെ സഹായത്തോടുകൂടി ബംഗ്ലാദേശിൻ്റെ സബ്മറൈൻ ഫോഴ്സും നേവൽ സബ്മറൈൻ നേവൽ കപ്പാസിറ്റിയും പാകിസ്ഥാൻ്റെ നേവൽ കപ്പാസിറ്റിയും ഒക്കെ തന്നെ ഇപ്പോൾ പിന്നെ വളരെ മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൂടുതൽ നേവൽ കപ്പാസിറ്റി ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇന്ത്യയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യക്കുള്ള ആ ഒരു ഡോമിനൻസ് അല്ലെങ്കിൽ സ്വാധീനം അതിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മലാക്ക സ്ട്രെയിറ്റ് എന്നുള്ളത് ചൈനയെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ മലാക്ക സ്ട്രെയിറ്റിൻ്റെ മുകളിൽ ഇന്ത്യക്കുള്ള സ്വാധീനമൊക്കെ ഗ്രാജ്വലി പറഞ്ഞ രണ്ട് രാജ്യങ്ങളുടെ നേവൽ ഫോഴ്സിനെ കൂടെ പിന്നെ അവരുടെ ഇന്ത്യ കാരണം ഇപ്പോൾ ഓൾറെഡി ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ തന്നെ ചൈന ക്യാമ്പിലാണ്. അവർ മൂന്ന് പേരും ടർക്കിയും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് ഒരു ആക്സിസ് ഇന്ത്യക്കെതിരെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ടർക്കിക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് ആക്സസ് ഒന്നുമില്ല, നേവലായിട്ടുള്ള ആക്സസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ചൈനയെ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ അവർ തീർച്ചയായിട്ടും അവരുടെ ഈ പറഞ്ഞ സൈനികമായിട്ടുള്ള കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ ടർക്കിയും സഹായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷിപ്പ് കൊടുത്താൽ അത് വെപ്പണാണ്, മനസ്സിലായല്ലേ, ആ രീതിയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ ടർക്കിയും ചൈനയൊക്കെ തന്നെ ഈ രണ്ട് രാജ്യങ്ങളെയും ഇന്ത്യക്കെതിരെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 10 മില്യൺ ബാരൽസ് ആണ് ഈ പറഞ്ഞ മലാക്ക സ്ട്രൈറ്റിൽ കൂടെ ഒരു ദിവസം ചൈനയിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് ചൈനയെ സംബന്ധിച്ച് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ വരുന്ന ഓരോ തുള്ളി എണ്ണയും ഈ പറഞ്ഞ മലാക്ക സ്ട്രേറ്റിൽ കൂടാണ് വരുന്നത് ചൈനയിൽ. ചൈനയ്ക്ക് അതിനൊരു ബദൽ സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല. കാരണം ചൈന ഈ പറഞ്ഞ മലാക്ക സ്ട്രേറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യൻ ഒന്നും തന്നെ കൺട്രോൾ ചെയ്യുന്നൊരു രാജ്യം അല്ല, അങ്ങനെയുള്ളൊരു നേവി അല്ല. അത് ഇന്ത്യക്കാണ് അതിനകത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു ഡോമിനൻസ് ഇപ്പോഴും ഉള്ളത്. ആ ഒരു ഇക്വേഷൻ തിരുത്തി എഴുതാൻ വേണ്ടി ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡമാൻ നമ്മളുടെ ആൻഡമാൻ ഐലൻഡ് അല്ലെങ്കിൽ നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഈ പറഞ്ഞ മലാക്ക സ്റ്റേറ്റിൽ നിന്ന് 90 മൈൽ ദൂരം മാത്രമേ ഉള്ളൂ. 90 മൈൽ എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ത്യയുടെ സബ്മറൈൻസ്, മിസൈൽസ്, അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് നേവൽ എന്താണ് പറയുന്നത് റിസോഴ്സ് എല്ലാം തന്നെ മൈനുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ നേവൽ ബ്ലോക്കേഡിൽ കൂടെ നമുക്ക് ഈ സ്ട്രൈറ്റിനെ അല്ലെങ്കിൽ ഈ കടലെടുക്കിനെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയുടെ എക്കോണമിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ചൈനയുടെ എക്കോണമിക്ക് വലിയ എന്താണ് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് എന്നുവെച്ചാൽ ചൈനയുടെ കാരണം ഓയിൽ വന്നില്ലെങ്കിൽ പിന്നെ തീർന്നല്ലോ. കാരണം അവരുടെ കയ്യിലുള്ള റിസർവ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലാറ്റായി, എക്കോണമി ഏതും ഫ്ലാറ്റായി. നമ്മളിപ്പോൾ ഇന്ത്യ ആയാലും ശരി ചൈന ആയാലും ശരി ഏത് രാജ്യമായാലും ശരി റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ബേസിക് റിസോഴ്സ് ഓയിലാണ്. ഓയിൽ ഇല്ലെങ്കിൽ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി
യുടെ ബേസ് ഇപ്പോഴും ക്രൂഡ് ഓയിലാണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിനും റൺ ചെയ്യാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് യുദ്ധ സമയത്ത് ഒരിക്കലും ഒരു രാജ്യത്തിന് ഇത് ലഭ്യത ഇല്ലെങ്കിൽ ആ രാജ്യത്തിന് യുദ്ധം ഒരിക്കലും ജയിക്കാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ അതിൻ്റെ ശത്രു രാജ്യത്തോട് എന്താണ് പറയുന്നത്, ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പം നമുക്കറിയാം ഇപ്പോഴും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അവരാദ്യം പിന്നെ സിവിലിയൻ പോപ്പുലേഷനെ ടാർഗറ്റ് ചെയ്തതിനും ഉപരി അവർ ടാർഗറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഏത് രാജ്യവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമുക്കറിയാം പേൾ ഹാർബർ എന്തുകൊണ്ട് ജപ്പാൻ പിന്നെ അമേരിക്കയുടെ നേവൽ ബേസിനെ ആക്രമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാന്റെ ഈ പറഞ്ഞ എനർജി റൂട്ടെല്ലാം അമേരിക്ക ബ്ലോക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പേൾ ഹാർബറിൽ അറ്റാക്ക് ഉണ്ടായത്. കാരണം ഒരു നിക്കക്കളിയില്ല ജപ്പാന്, മനസ്സിലായില്ല, അറ്റാക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എനർജി റൂട്ട്, പ്രത്യേകിച്ച് എനർജി റൂട്ട്, മറ്റ് മർച്ചൻഡൈസ് ഒന്നും വിഷയമല്ല. ഇപ്പം എനർജി റൂട്ട്, ഒരു രാജ്യത്തേക്കുള്ള എനർജി റൂട്ട് ഇതാണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്റപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ രാജ്യം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടിലാകും. അപ്പോൾ ഈ മലാക്ക സ്ട്രേറ്റ് ചൈനയെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ സീപെക്കിൽ കൂടെ അവർക്ക് ഈ ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് അല്ല. റഷ്യയുടെ പൈപ്പ് ലൈനിൽ 20% മാത്രമേ അവരുടെ ഈ പറഞ്ഞ റിസോഴ്സിന് അല്ലെങ്കിൽ എനർജി റിസോഴ്സിനെ സപ്ലൈ ചെയ്യുന്നുള്ളൂ. മ്യാൻമാറിലേക്കുള്ള 4% കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ, മനസ്സിലല്ലോ. ഇപ്പോൾ പാകിസ്ഥാനിലെ കോറിഡോർ, ഈ പറഞ്ഞ സീപെക്ക്, അത് നമുക്ക് തീർച്ചയായിട്ടും വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് ചൈനയെ സംബന്ധിച്ച്. കാരണം ബലൂചിസ്ഥാൻ ആയതുകൊണ്ട്, ബലൂചിസ്ഥാനിൽ കൂടെ ആയതുകൊണ്ടും അവിടുത്തെ പിന്നെ നമുക്കറിയാം അതിനെ നമുക്ക് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഡിസ്റപ്റ്റ് ചെയ്യാൻ സാധിക്കും. റഷ്യൻ പൈപ്പ് ലൈന് നമ്മൾ പറഞ്ഞ 20% മാത്രമേ, ചൈനയുടെ എനർജിയുടെ 20% മാത്രമേ ഉള്ളൂ. മ്യാൻമാർ എന്ന് പറഞ്ഞാൽ വളരെ 4% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും ചൈനയുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നതല്ല. ചൈനയ്ക്ക് ആകെ ഉള്ള ഒരു ഏക എന്താണ് പറയുന്നത്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മലാക്ക സ്ട്രൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മലാക്ക സ്ട്രൈറ്റിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയുടെ കാര്യം കട്ടപ്പോയാകും എന്നുള്ളതാണ്. അപ്പോൾ ചൈനയ്ക്ക് ഏകദേശം 90 മുതൽ 120 ദിവസമായുള്ള സ്ട്രാറ്റജിക് റിസർവ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എനർജി കിട്ടിയില്ലെങ്കിൽ അവരുടെ എക്കോണമിയോ അല്ലെങ്കിൽ ആ ഒരു വാർ തുടങ്ങിയാൽ വാർ എക്കോണമി അവർക്ക് റൺ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഓൾട്ടർനേറ്റീവ് അവർക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ കഴിയത്തുമില്ല. അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ കാലയളവിനുള്ളിൽ ഒരു യുദ്ധം ജയിക്കാൻ സാധിക്കുമോ എന്നുള്ള അതിപ്പോൾ ഏത് രാജ്യത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചൈനയുടെ കാര്യം നമ്മൾ പറയുന്നുണ്ട്, മലാക്ക സ്ട്രേറ്റിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ചെക്ക് മേറ്റ് ആണ്. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈനയെ നമുക്ക് വരുതിയിൽ നിർത്താൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു മലാക്ക സ്ട്രൈറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇന്ത്യയെ സംബന്ധിച്ച്. പിന്നെ നമ്മൾ പറഞ്ഞു ഏകദേശം 10 മില്യൺ ബാരൽസ് ഓയിൽ ചൈനയിലേക്ക് ദിവസം വരുന്നത് ഈ പറഞ്ഞ കടലിൽ കൂടാണ്. ഇത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഒട്ടുമിക്ക ഓയിൽ ഷിപ്മെൻറ്റും ഈ പറഞ്ഞ കടലിൽ കൂടാണ് വരുന്നത്. അപ്പോൾ അത് ഇന്ത്യയുടെ നേവിയുടെ പൂർണ്ണമായിട്ടുള്ള സൂപ്പർവിഷൻ അല്ലെങ്കിൽ സർവലൻസ് കൂടെ മാത്രമേ ഇതെല്ലാം കടന്നു പോകുന്നുള്ളൂ. ചൈന ഒത്തിരി പൈസ ഇതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട്, കാരണം ഈ റൂട്ടൊന്ന് മാറ്റി വേറെ റൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. പക്ഷേ അതെല്ലാം ഇതുവരെ പരാജയപ്പെട്ട ഒരു കഥയാണ് അല്ലെങ്കിൽ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയുടെ നമുക്ക് കൊരവള്ളിക്ക് ഇതൊരു ഇന്ത്യയെ സംബന്ധിച്ച് ചൈനയുടെ കൊരവള്ളിക്ക് നമുക്ക് പിടുത്തം ഉള്ള ഒരു എന്താണ് പറയുന്നത് ഒരവസ്ഥയാണ്. പക്ഷേ അത് ഇന്ത്യ എത്രത്തോളം അത് ഫലവത്തായിട്ട് ഉപയോഗിക്കും എന്നുള്ള കാര്യം നമുക്ക് അത് കണ്ടറിയേണ്ട ഒരു വിഷയമാണ്. ഈ നേവൽ റിസോഴ്സ് നമ്മുടെ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യനിലാണ് നമുക്ക് ഡോമിനൻസ് ഉള്ളതെന്ന് പറഞ്ഞത്. അതിപ്പം പാകിസ്ഥാൻ വരുന്ന സൈഡും ഇപ്പം അത് ബംഗ്ലാദേശ് വരുന്ന സൈഡും, ഒന്ന് ബേ ഓഫ് ബംഗ്ലാദേശ് വരുന്ന, അപ്പുറത്ത് അറേബ്യൻ സീ പാകിസ്ഥാനായിട്ട് വരുന്നത്, രണ്ട് സൈഡ് ഇന്ത്യയുടെ രണ്ട് സൈഡിലും, കിഴക്കും പടിഞ്ഞാറെന്നുള്ള രണ്ട് സൈഡിലും. അപ്പോൾ ഈ ഇക്വേഷനെ മാറ്റാനാണ് ചൈന ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെ ഉപയോഗിക്കാതെ പറഞ്ഞാൽ അവരുടെ പ്രധാനമായിട്ടും അവരുടെ നേവൽ പവേഴ്സിന് കൂടുതൽ അവരെ നേവൽ പവറിനെ കൂടുതൽ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയാണ് ചൈന ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിനും പാകിസ്ഥാനൊക്കെ പുതിയ പുതിയ സബ്മറൈൻസ് നിർമ്മിച്ച് നൽകുകയും അല്ലെങ്കിൽ അങ്ങനെ നിർമ്മിച്ച് നൽകാനുള്ള
പ്രോജക്റ്റുകളിലൊക്കെ അവരുടെ പോർട്ടുകൾ നവീകരിക്കാനും മോഡേണൈസ് ചെയ്യാനും ഒക്കെ തന്നെ ഇപ്പോൾ ചൈന, ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ ഈ ഒരു പിന്നെ കരാറുകളോ അല്ലെങ്കിൽ റിലേഷൻസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ത്യയെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ഇന്ത്യയെ ഓടിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിൽ ഇപ്പോൾ ഇന്ത്യക്കുള്ള ഒരു ഡോമിനൻസിനെ തകർക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. പക്ഷേ ഇതുവരെ നമുക്ക് അത് ഇന്ത്യ അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കുവാനും ഒക്കെ തന്നെ ഇന്ത്യയിൽ കഴിയുന്ന നടപടികൾ എടുക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ നേവൽ ഫോഴ്സിനെയും പ്രത്യേകിച്ച്, കാരണം ഇന്ത്യക്കുള്ള ആകെ കൺസേൺ ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം നമ്മൾ വലിയൊരു ഏഹ്, എന്താ പറയുന്നത്, ഗ്ലോബൽ ഫോഴ്സ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് വിട്ട് നമുക്ക് വേറെടുത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇതുവരെയില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നേവൽ പവറിൻ്റെ വിസിനിറ്റി ഇവിടെ തന്നെ ഇന്ത്യൻ ഓഷ്യനിലാണ്, അറേബ്യൻ സീയിലും ഇപ്പുറത്ത് ബേ ഓഫ് ബംഗാളിലും ഒക്കെ തന്നെ. അപ്പോൾ ഇന്ത്യയുടെ നേവൽ കപ്പാസിറ്റിയും തീർച്ചയായിട്ടും ഇന്ത്യയിൽ കഴിയുന്ന വിധത്തിൽ നമ്മളും വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം കൂടുതൽ ഷിപ്പുകളെ ആഡ് ചെയ്യുകയും കൂടുതൽ സബ്മറൈൻസിനെയൊക്കെ ആഡ് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അത് അ- പിന്നെ റഷ്യയുടെയും ഫ്രാൻസിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ഹെൽപ്പോടുകൂടി നമ്മളത്, അതുപോലെ നമ്മൾ തദ്ദേശീയമായിട്ട് തന്നെ നമ്മൾ അതിനകത്തിൽ നമ്മുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം അല്ലാതെ നമുക്ക് പറ്റത്തില്ല. കാരണം പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ചൈന എങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൈകെട്ടി നോക്കിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മളും വളർന്നു വരുന്ന ഒരു ശക്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും കാരണം നമുക്ക് മേളിൽ ഒരു ഡോമിനൻസ് പാകിസ്ഥാനോ ബംഗ്ലാദേശിനോ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. കാരണം അവരെക്കാളിലും പവർഫുൾ ആയിട്ടുള്ളൊരു രാജ്യമാണ്. അവരെക്കാളിലും പിന്നെ പവർഫുൾ ആയിട്ടുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രസൻസ് ഗ്ലോബലി തീർച്ചയായിട്ടും അവരെക്കാളിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു ഈ ഒരു നെക്സ്റ്റ് 10 ഇയർ ടൈം പീരീഡിൽ ഒരുപക്ഷെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും സിവിയറായിട്ടുള്ള പവർ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും തമ്മിലായിരിക്കും. കാരണം വളരെ നെയ്ബറിംഗ് ആയിട്ടുള്ള രണ്ട് പവർഫുൾ ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട് സാമ്പത്തികമായിട്ടും അതിൻ്റെ അതിനെ കോറിലേറ്റ് ചെയ്യുന്ന മിലിറ്ററി പവർ ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ നെക്സ്റ്റ് ഒരു 10 to 15 ഇയേഴ്സ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യല്ല, പക്ഷെ നമുക്ക് ഗ്ലോബൽ സാഹചര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. കാരണം ഒരുപക്ഷെ ഇനി നമുക്ക് കാണാൻ പോകുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള പവർ റൈവലറീസ് ഇന്ത്യയും ചൈനയും തമ്മിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ വളരെ എന്താണ് പറയുന്നത്, സംശയിക്കേണ്ട ഒരു കാര്യമല്ല. അമേരിക്കയും ചൈനയും തമ്മിൽ ഈ പറഞ്ഞ രൂക്ഷമായിട്ടുള്ള പവർ റൈവലറീസ് നിൽക്കുന്നുണ്ട്. ഇപ്പം പണ്ട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സോവിയറ്റ് യൂണിയൻ പോയി കഴിഞ്ഞ് റഷ്യ മാത്രമേ ഉള്ളൂ. റഷ്യയും അമേരിക്കയും തമ്മിൽ ഇപ്പം അങ്ങനെ പറയത്തക്ക വലിയ റൈവലറീസ് ഒന്നും ശരിക്കും റഷ്യയെ തകർക്കാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള, കാരണം ഇപ്പം ചൈനയ്ക്ക് പല മേഖലകളിലുള്ള ഈ ഡോമിനൻസ് പോലെ റഷ്യക്കൊന്നുമില്ല. ടെക്നോളജിയുടെ കാര്യത്തിലും AI യുടെ കാര്യത്തിലും ഇപ്പം ഇപ്പം സെമി കണ്ടക്ടർ ചിപ്സ് ഈ മേഖലകളിലൊക്കെ ചൈനയ്ക്ക് ഒരു ഡോമിനൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അമേരിക്കയുടെ മുൻപിൽ വരുന്ന ഒരു രാജ്യമായിട്ട് മാറും. ടെക്നോളജിയുടെ കാര്യത്തിലാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സെമി കണ്ടക്ടറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഒക്കെ തന്നെ ചൈന അമേരിക്കയ്ക്ക് മുൻപിൽ വരുന്ന രാജ്യമായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ സൂപ്പർ പവർ സ്റ്റാറ്റസ് നഷ്ടപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴും അമേരിക്കയ്ക്ക് ഉള്ള ഒരു പിടിവള്ളി ഈ പറഞ്ഞ ടെക്നോളജിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു പക്ഷേ അത് കാരണം ലോകം മാറും, അവസ്ഥകൾ മാറും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം ഉള്ള തൽസ്ഥിതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിച്ചേ വരത്തുള്ളൂ. തീർച്ചയായിട്ടും അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന ഈ ഒരു പവർ ഇക്വേഷനിൽ മാറ്റം ഉണ്ടാകും. കാരണം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും കാരണം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്, ഇന്ത്യ പുറകിൽ നിൽക്കുന്ന രാജ്യമാണ് നമുക്ക് പറയാം. തീർച്ചയായിട്ടും വളർന്ന് നമുക്ക് മുന്നോട്ട് ഗ്രാജ്വലി നമ്മൾ വരും. അപ്പം വരുന്നതിനോടൊപ്പം തന്നെ മിലിറ്ററി ഇക്വേഷൻസ് മാറും. മിലിറ്ററി ഇക്വേഷൻസ് മാറുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സിവിയറായിട്ടുള്ള പവർ സ്ട്രഗിള്, പ്രത്യേകിച്ച് പിന്നെ നേവൽ സ്ട്രഗിൾ ആയിരിക്കാം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ആ സാധ്യത നിലനിൽക്കുന്ന ചില ഏരിയാസാണ് ഇന്ത്യൻ ഓഷ്യനിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വൈറ്റലായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചോക്ക് പോയിൻ്റാണ് മലാക്ക സ്ട്രൈറ്റ്. അത് ചൈനയെ സംബന്ധിച്ച് അവരുടെ എക്കോണമിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക്
അത് അതിനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് തന്ത്രപരമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ചൈനയെ വരുതിയിൽ നിർത്താൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ആണ് നമ്മൾ ഈ ടോപ്പിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് തൽക്കാലം പറയാനുള്ളത്. അപ്പോൾ മലാക്ക സ്ട്രെയിറ്റ് ചൈനയുടെ ഒരു ഡിലമയാണ്. ചൈനയ്ക്ക് വലിയ തലവേദനയുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഡോമിനൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ നേവൽ ബ്ലോക്കേഡ് കൊണ്ട് ചൈനയെ നമുക്ക് ചോക്ക് ചെയ്യാനും അവരുടെ കൊരവള്ളിക്ക് പിടിച്ചിട്ട് അവരുടെ എക്കോണമിയെ നമുക്ക് സ്ക്വീസ് ചെയ്യാനും സാധിക്കുന്ന ഒരു തന്ത്രപ്രധാന സ്ഥലവും അല്ലെങ്കിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു അവസ്ഥയും കൂടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.